Good morning dear students. Okay, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് മാത്സിന്റെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ മാത്സ് നമ്മൾ 1 to 5 ആയിട്ട് 10 വരെയുള്ള ടേബിൾ നമ്മൾ പഠിച്ചു. ഓക്കേ അല്ലേ? ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെക്സ്റ്റ് വർക്ക് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുമായിട്ട് ബേസ് ചെയ്തിട്ട് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി നമുക്ക് പ്രോബ്ലം സോൾവിങ് അല്ലേ? നമ്മുടെ അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പ്രോബ്ലം സോൾവിങ് നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്തുണ്ട്? പ്രോബ്ലം സോൾവിങ് ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ നോക്കി രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ പിക്ചറും അതേ സെയിം ക്വസ്റ്റ്യൻസും ടീച്ചർ എന്താ ബോർഡിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് പേജ് നമ്പർ 92 ഈ ഒരു പിക്ചർ ഉണ്ടോ? പിക്ചർ കൊടുത്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വർക്കിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ പറയാനായിട്ട് പോകുന്ന പേജ് നമ്പർ 92 ഈ ഒരു പോർഷനാണ് ആദ്യമായിട്ട് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നോക്കിയേ. എന്താ കാണുന്നേ? രണ്ട് ആപ്പിളിന്റെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? രണ്ട് റെഡ് ആപ്പിളിന്റെ പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ബോക്സ് എഴുതിയേക്കാണ് റെസ് 5 ഈച്ച്. എന്താണ്? റെസ് 5 ഈച്ച്. അതില് എന്താണ്? ഓരോ ആപ്പിളിന് എത്ര രൂപയാണ്? 5 രൂപയാണ് അല്ലേ? ഒരു ആപ്പിളിന് എത്ര രൂപയാണ്? 5 rupees ആണ്. ഓക്കെ, അപ്പൊ ഈ ഈച്ച് റെസ് 5 ഈച്ച് അല്ലേ? അതിൽ ഒരു ആപ്പിളിന്റെ വില എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ രണ്ട് ആപ്പിൾ ഉണ്ട്. ഇതിൽ ഒരു ആപ്പിളിന്റെ വില എന്ന് പറയുന്നത് 5 rupees ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് one apple cost അല്ലേ? ഒരു ആപ്പിളിന്റെ വില എത്രയാണ്? അപ്പൊ ഒരു ആപ്പിളിന്റെ വില എന്താണ്? 5 rupees. എത്ര രൂപയാണ്? ടീച്ചർ പറഞ്ഞില്ലേ ഒരു ആപ്പിളിന് 5 rupees വെച്ചിട്ട് എത്ര ആപ്പിൾ ഉണ്ട് അവിടെ? രണ്ട് ആപ്പിൾ ഉണ്ട്. ഒരു ആപ്പിളിന്റെ വില എത്രയാണ്? പറഞ്ഞെല്ലാവരും 5 rupees അല്ലേ? അപ്പൊ one apple cost 5 rupees. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. two apple cost അല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ട് ആപ്പിളിന് എത്ര രൂപയായിരിക്കും? ഒരു ആപ്പിളിന്റെ വില 5 ആണെങ്കിൽ രണ്ട് ആപ്പിളിന്റെ വില എന്തായിരിക്കും? 5 plus 5 അല്ലേ? 5 plus 5 എത്ര ആയിരിക്കും? 10 rupees. എന്തായിരിക്കും? 10 rupees. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. 2 5s equals അല്ലേ? അതായത് രണ്ട് 5 അല്ലേ? 2 5s equal അല്ലേ? അതായത് ഈക്വൽ എന്താണ്? രണ്ട് 5 എന്ന് പറയുന്നത് എന്ത് ഈക്വൽ ആണ്? അത് 10 എന്ന് പറയുന്നത് എന്താണ്? രണ്ട് 5 ചേരുമ്പോഴാണ് എന്താകുന്നത്? 5 plus 5 ചേരുമ്പോഴാണ് എന്താകുന്നത്? 5 plus 5 ചേരുമ്പോഴാണ് എന്താകുന്നത്? 10 ആകുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? 2 5s equals 10 അല്ലേ? 2 5s equal 10. എന്തിന് ഈക്വൽ ആണ്? 2 5 എന്ന് പറയുന്നത് രണ്ട് 5 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 10 ന് ഈക്വൽ ആണ് അല്ലേ? ഒരു 10 എന്ന് പറയുന്നത് എത്ര 5 ചേരുന്നതാണ്? രണ്ട് 5 ചേരുന്നതാണ് ഒരു 10 അല്ലേ? നമുക്ക് പറയാം 2 5s equals 2 times 5 equal. അപ്പോൾ എത്ര times 5 equal വന്നു? 10 ന് ഈക്വൽ ആണെങ്കിൽ 2 times 5 equal 5 equal 10 അല്ലേ? 2 times 5 equal 10. അപ്പോൾ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫോം എങ്ങനെ എഴുതാം നമുക്ക്? 5 rupees ആണെങ്കിൽ രണ്ട് ആപ്പിളിന് എത്ര രൂപയാണ് എന്നറിയണമെങ്കിൽ എങ്ങനെ എഴുതാം? 2 into 5. അവിടെ എത്ര 5? എത്ര ആപ്പിൾ ഉണ്ട്? രണ്ട് ആപ്പിൾ. ഒരു ആപ്പിളിന്റെ വില 5 ആണെങ്കിൽ രണ്ട് ആപ്പിളിന്റെ വില എങ്ങനെ എഴുതണം? 2 മൾട്ടിപ്ലിക്കേഷൻ ഫോം ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? 2 5s are 10. എന്താണ്? 2 5s are 10. ഓക്കേ, നമ്മൾ ടേബിളിൽ നോക്കുക. 1 5s are 5, 2 5s are 10. ഈ ഒരു രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ് പ്ലസ് 5 ഈച്ച് അല്ലേ? അല്ല, ഒന്നിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഒരു ആപ്പിളിന്റെ വില എന്ന് പറയുന്നത് 5 ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ കുറച്ച് ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ആൻസർ നമ്മൾ ഫിൽ ചെയ്യണം. ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത് one apple cost അല്ലേ? ഒരു ആപ്പിളിന്റെ വില എത്രയാണ്? ഒരു ആപ്പിളിന്റെ വില എത്രയാണ്? 5. ഒരു ആപ്പിളിന്റെ വില എത്രയാണ്? 5. ഇവിടെ പറയുന്നത് എന്താണ്? റെസ് 5 ഈച്ച് അല്ലേ? ഇതിൽ ഒന്നിന് എത്ര രൂപയാണ്? 5 ആണ് അല്ലേ? അപ്പൊ എന്താ പറയാ? one apple cost 5 rupees. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? two apple cost അല്ലേ? അതായത് ഒരു ആപ്പിളിന്റെ വില എന്ന് പറയുന്നത് 5 ആണെങ്കിൽ രണ്ട് ആപ്പിൾ ആകുമ്പോൾ എന്താണ്? 5 plus 5 അല്ലേ? 5 plus 5 plus 5 എന്താ?
5 അല്ലേ? അതായത് 2 5s equals 10. അതായത് 2 times 5 equals 2 times 5 ഈക്വൽ ആയിട്ട് വന്നാൽ എന്തായിരിക്കും? ഈക്വൽസ് 10. അതായത് 2 into 5 മൾട്ടിപ്ലിക്കേഷൻ ഫോമിലേക്ക് പോയില്ലേ? 2 into 5 ആണെങ്കിൽ എങ്ങനെ വരും? അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് 2 വന്നത്? അതായത് 5 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? 5 എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? 2 പ്രാവശ്യം അല്ലേ? അതായത് എത്ര ആപ്പിൾ ഉണ്ട്? 2 ആപ്പിൾ. ഒരു ആപ്പിളിന്റെ വില 5 ആണെങ്കിൽ 2 ആപ്പിൾ എത്ര ആയിരിക്കും പറയുന്നത്? എന്തിനാ? 2 into 10 അല്ലേ? 5 into 7 എത്രയാണ് ആൻസർ? 10 ആണ് ആൻസർ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അതായത് അതിന്റെ ഫ്ലവറിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. നോക്കി, 1 flower cost is 10. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അതായത് ഈ ഒരു ഫ്ലവറിന്റെ ക്വസ്റ്റ്യൻ ടീച്ചർ ബോർഡിൽ ചെയ്യാൻ പോകാം കേട്ടോ. നെക്സ്റ്റ് ഓക്കെ നെക്സ്റ്റ് നോക്കി, 2 ഫ്ലവറിന്റെ പിക്ചറോടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞിരിക്കുകയാണ് ഈച്ച് അല്ലേ? അതിന് ഒരു ഫ്ലവറിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 10 റുപ്പിയാണ്. എത്ര രൂപയാണ്? ഇതിൽ ഒരു ഫ്ലവറിന്റെ വില എന്ന് പറയുന്നത് 10 റുപ്പിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 2 ഫ്ലവറിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. എന്നിട്ട് കൊടുത്തിരിക്കുകയാണ് ബോക്സിൽ എന്താ കൊടുത്തിരിക്കുന്നത്? 2 റേറ്റ് അല്ലേ? അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 10 ഈച്ച് അല്ല, ഒന്നിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 10 റുപ്പിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ചോദിക്കുന്നത് എന്താണ്? 1 flower cost അല്ലേ? ഒരു ഫ്ലവറിന്റെ വില എന്താണ്? ഒരു ഫ്ലവറിന്റെ വില എന്താണ്? ഒരു ഫ്ലവറിന്റെ വില എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? 10 ഈച്ച്. ഒന്നിന്റെ വില എന്ന് പറയുന്നത് 10. ഓക്കെ, അടുത്ത പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. 2 flower cost എത്രയാണ്? 2 ഫ്ലവറിന്റെ വില എത്രയാണ്? എന്താണ് ചെയ്യണം? 10 പ്ലസ് ഒരു ഫ്ലവറിന്റെ വില എന്ന് പറയുന്നത് 10 ആണ് എങ്കിൽ 2 ഫ്ലവറിന്റെ വില എത്രയാണ്? ഒരു ഫ്ലവർ 10 ആണെങ്കിൽ 10 plus 10 10 plus 10 എത്രയാണ്? 10 plus 10 20. 10 plus 10 എത്രയാണ്? 20. അപ്പോൾ എത്ര കൊടുക്കാം? 2 flower cost 20 rupees. 2 flower cost 20 rupees. 2 tens equals, അതായത് 2 10 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 20 ക്ക് 20 അല്ലേ? എന്തിന് ഈക്വൽ ആണ്? 20. എന്താണ്? 2 ടെന്നുകൾ ചേരുമ്പോഴാണ് 20 ആകുന്നത് അല്ലേ? അപ്പോൾ 20 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 2 tens equal 20. നെക്സ്റ്റ് നോക്കേ, 2 times 10 equal. എത്ര ടൈംസ് ഈക്വൽ ആയിട്ട് വന്നു? 2 times 1 2 times 10 equal 20 അല്ലേ? 2 times 10 equal 20. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ഫോം പറഞ്ഞേ. അതായത് 2 times 10 equal അല്ലേ? അതായത് 10 എത്ര പ്രാവശ്യം വന്നു? 2 times equal ആയിട്ട് 10 വന്നാൽ അത് എന്തിന് ഈക്വൽ ആണ്? 2 times 10 equals 20. അതായത് 2 പ്രാവശ്യം 1 2 അപ്പോൾ എത്ര പ്രാവശ്യം 10 വന്നു? 2 times equal ആയിട്ട് 10 വന്നാൽ എന്തിന് ഈക്വൽ ആണത്? 20 ക്ക് ഈക്വൽ ആണ് അല്ലേ? 2 times 10 equal 20. അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഫോം പറഞ്ഞേ. അതായത് 2 into 10 അല്ലേ? 1 ഫ്ലവറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ എത്രയാണ്? 10 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 2 ഫ്ലവറിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2 into 10. ഒരു ഫ്ലവറിന്റെ വില എന്ന് പറയുന്നത് 10 രൂപയാണ് എങ്കിൽ 2 ഫ്ലവറിന്റെ വില എന്ത് ചെയ്യണം? അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫോം എങ്ങനെ പറയാം? 2 into 10 അല്ലേ? 2 into 10 is done. 2 tens are 20. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യുന്നതെന്ന്. നെക്സ്റ്റ് നമുക്ക് സി കണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ടീച്ചർ ക്ലാസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളവിടെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ 8 റുപ്പി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പെന്നിന്റെ വില എന്ന് പറയുന്നത് 8 രൂപയാണ് അല്ലേ? അപ്പോൾ നമുക്ക് 8ന്റെ ടേബിൾ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടീച്ചർ ആ ഒരു നമ്പർ ഒന്ന് ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇത് എത്രയാണ് എന്നുള്ളത് ടീച്ചർ ചേഞ്ച് ചെയ്ത് പറഞ്ഞിട്ട് അതനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ആ ടെക്സ്റ്റ് അതിൻ്റെ വില ഒന്ന് തിരുത്തണം കേട്ടോ. തിരുത്തിയിട്ട് വേണം അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് 8 6 7 8 9 ടേബിൾസ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്ത് കണക്കുകൾ നമ്മൾ
ഒഴിവാക്കിയിട്ട് നമ്മൾ പഠിച്ച ടേബിളുമായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യും ക്ലാസ്സിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഈ 1, 2, 3 പ്രോബ്ലംസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യും. നെക്സ്റ്റ് ഇതെന്ത് ചെയ്യും ഹോംവർക്ക് ആയിട്ടാണ് തരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ആ 8 എന്നുള്ളത് ചേഞ്ച് ചെയ്യണം. അത് ടീച്ചർ ഈ ഒരു പ്രോബ്ലം പറഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ച് പറയുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് പിക്ചർ നോക്കി. എന്തിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്? ബനാന. ഇതിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് ബനാന അല്ലേ. അപ്പോൾ 1 ബനാന എന്ന് പറയുന്നത് എത്ര രൂപയൊക്കെ? 3 ഈച്ച് ഇല്ലേ. അതിന്റെ ഒന്നിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 3 റുപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെയാണ് ആ ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൻസർ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് 2 ബനാനയുടെ പിക്ചർ ആണ് ബോർഡിൽ വരച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 ഈച്ച് അല്ലേ, 3 ഈച്ച്. അതിന് ഒരു ബനാനയുടെ വില അല്ലേ, ഇതിൽ ഓരോന്നിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ബനാനയുടെ വില എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 3 രൂപയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആൻസർ വേഗം ഒന്ന് പറഞ്ഞെല്ലാവരും. 1 ബനാന കോസ്റ്റ് അല്ലേ, അതായത് ഒരു ബനാനയുടെ വില. ഒരു ബനാനയുടെ വില എത്രയാണ്? ഒരു ബനാനയുടെ വില എത്രയാണ് പറഞ്ഞേ? എത്ര കൊടുത്തിരിക്കുന്നത്? 3. അപ്പോൾ എത്രയാണ്? 3 rupees. 1 banana cost is 3 rupees. Okay, next പറഞ്ഞേ 2 banana cost is അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു ബനാനയ്ക്ക് 3 രൂപയാണെങ്കിൽ 2 ബനാനയ്ക്ക് എത്ര ആയിരിക്കും? 3 plus 3 അല്ലേ. 3 plus 3 6. 3 plus 3 എത്രയാണ്? 3 plus 3 എത്രയാണ്? 6 അല്ലേ. 1, 2, 3, 4, 5, 6. അപ്പോൾ 3 plus 3 എത്രയാണ്? 6 rupees. പറഞ്ഞ ആൻസർ പറഞ്ഞേ 6 rupees. 2 3 equals അതായത് നമ്മൾ പറഞ്ഞു 3 plus 3 അപ്പോൾ എത്ര 3 ആണ്? 2 3 അല്ലേ. 2 3 അല്ലേ. 2 3 equals എന്തിന് ഈക്വൽ ആണ്? 6 അല്ലേ. 2 3 എന്ന് പറയുന്നത് 6 ഈക്വൽ ആണ് അല്ലേ. 6 ആണ്. 2 3 ചേരുമ്പോഴാണ് എന്താകുന്നത്? 6 ആകുന്നത്. അപ്പോൾ 2 3 equal 6. അപ്പോൾ 2 3 equals 6. അപ്പോൾ നോക്കി 2 times 3 equal അതായത് 2 times 3 equal ആയിട്ട് വന്നാൽ എന്തായിരിക്കും ആൻസർ? 6 അല്ലേ. 2 times 3 equal ആയിട്ട് വന്നാൽ 3 plus 3 6. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഫോം പറഞ്ഞേ. ഒരു ബനാനയ്ക്ക് 3 ആണെങ്കിൽ 2 ബനാനയ്ക്ക് അപ്പോൾ എഴുതാം നമുക്ക് 2 into 3 പറഞ്ഞേ. 2 3s are 1 3s are 3, 2 3s are 6. 1 3s is 3, 2 3s are 6. എത്രയാണ്? 2 ബനാനയുടെ കോസ്റ്റ് വില എന്ന് പറയുന്നത് എത്രയാണ്? 6 റുപ്പി. എത്രയാണ്? 6 റുപ്പി. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, അത് ഫിൽ ചെയ്യുക കേട്ടോ. ഈ ഒരു രീതിയിൽ അത് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പറഞ്ഞത് ബെല്ലിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താക്കാം? 4 എന്നാക്കാം കേട്ടോ. അപ്പോൾ 4 ഈച്ച് കേട്ടോ. അവിടെ എന്താക്കാം? 8 എന്നുള്ളത് മാറ്റി അവിടെ എന്താക്കണം? അവിടെ ഒന്ന് വെട്ടി വേഗം ഒന്ന് വെട്ടിയിട്ട് അവിടെ എന്താക്കാം? മുകളിൽ 8 എന്നുള്ള വെട്ടി എന്താക്കാം? 4 എന്ന് കേട്ടോ. ഈ ഒരു രീതിയിൽ 4 എന്ന് എഴുതാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബ്ലം ഇതിപ്പോൾ ക്ലാസ്സിൽ ചെയ്തു തന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഇതും കൂടെ എന്ത് ചെയ്യാം, ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 8 എന്നുള്ളത് വെട്ടി എന്താക്കണം? 4 ആക്കണം കേട്ടോ. എന്നിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്, സ്റ്റെപ്സ് കംപ്ലീറ്റ് ആക്കാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഹോംവർക്ക് ആയിട്ടത് ചെയ്യാം. നെക്സ്റ്റ് നോക്കിയേ, സോൾവ് പ്രോബ്ലംസ് ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, എ ബാസ്കറ്റ് ഹാസ് എ 2 പെൻസിൽ. ഒരു ബാസ്കറ്റിൽ എത്ര പെൻസിൽ ഉണ്ട്? 2 പെൻസിൽ. ഓക്കെ, എ ബാസ്കറ്റ് ഹാസ് എ 2 പെൻസിൽ. ഓക്കെ, എ ബാസ്കറ്റ് ഹാസ് എ 2 പെൻസിൽ. How many pencils are there in a 6 basket? അപ്പോൾ അവിടെ അങ്ങനെ എത്ര ബാസ്ക്കറ്റ് ഉണ്ട്? 6 ബാസ്ക്കറ്റ് ഉണ്ട്. ഓക്കെ, അവിടെ എത്ര ബാസ്ക്കറ്റ് ഉണ്ട്? 6 ബാസ്ക്കറ്റ് ഉണ്ട്. അതിൽ ഓരോ ബാസ്ക്കറ്റിലും എത്ര പെൻസിൽ വെച്ചിട്ടുണ്ട്? 2 പെൻസിൽ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം എത്ര ബാസ്ക്കറ്റ് ഉണ്ട് അവിടെ? 6 ബാസ്ക്കറ്റ് അല്ലേ. എത്ര ബാസ്ക്കറ്റ് ഉണ്ട്? 6 ബാസ്ക്കറ്റ്. ഓക്കെ, ഇങ്ങനെ എത്ര ബാസ്ക്കറ്റ് ഉണ്ട്? 6 ബാസ്ക്കറ്റ് ഉണ്ട്. 1 2 3 4 5 6. ഓക്കെ, 6 ബാസ്ക്കറ്റ് ഉണ്ട്. ഇതിൽ ഓരോ ബാസ്ക്കറ്റിൽ എത്ര പെൻസിൽ വെച്ചിട്ടുണ്ട്? 2 പെൻസിൽ വെച്ച് ഓരോ ബാസ്ക്കറ്റിലും 2 പെൻസിൽ വെച്ചിട്ട് ഉണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. എ ബാസ്ക്കറ്റ് ഹാസ് എ 2 പെൻസിൽ. എ ബാസ്ക്കറ്റ്, ഒരു ബാസ്ക്കറ്റ്
2 pencils ഉണ്ട്. Next line നോക്കിയേ. How many pencils are there in a 6 basket? അല്ലേ? How many pencils are there in a 6 basket? അങ്ങനെയാണ് ഒരു ബാസ്കറ്റിൽ 2 പെൻസിൽ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ 6 ബാസ്കറ്റിൽ ടോട്ടൽ എത്ര ബാസ്കറ്റ് ഉണ്ട്? ഇവിടെ 6 ബാസ്കറ്റ് കൂടെ അവിടെ എത്ര പെൻസിൽ ഉണ്ട് എന്നറിയാൻ എന്ത് ചെയ്യണം നമ്മൾ? ഒരു ബാസ്കറ്റിൽ എത്രയാണ്? 6. അങ്ങനെയാണെങ്കിൽ 6 ബാസ്കറ്റിൽ കൂടെ എത്ര എന്തുണ്ട്? എത്ര പെൻസിൽ ഉണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്യണം? 6 into 2. 6 ബാസ്കറ്റിൽ എത്ര പറയാൻ എന്ത് ചെയ്യണം? 6 into 2 അല്ലേ? എത്ര ബാസ്കറ്റ് ഉണ്ട്? 6. എത്ര ബാസ്കറ്റ് ഉണ്ട്? 1 2 3 4 5 6. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഫോം ആക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അഡീഷൻ ഫോം നമുക്ക് ഇത് കണ്ടുപിടിക്കാം അല്ലേ? ഒരു ബാസ്കറ്റിൽ 2 പെൻസിൽ പിക്ചർ തന്നിട്ടില്ല. പിക്ചർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കൗണ്ട് ചെയ്യാം. 2 + 2 + 2 + 2 + എന്ന രീതിയിൽ കൗണ്ട് ചെയ്യാം. പെൻസിൽ 2 അല്ലേ? ഒരു ബാസ്കറ്റിൽ 2 പെൻസിൽ വെച്ച് ഇപ്പൊ ഇവിടെ എന്താണ്? അങ്ങനെ പിക്ചർ ഒന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ബോർഡിലെ ബാസ്കറ്റ് ജസ്റ്റ് ഒന്ന് ആ ഒരു രീതിയിൽ വരച്ച് കാണിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അവിടെ എന്താണ്? സോൾവ് ദ പ്രോബ്ലം ആണ്. അവിടെ എന്തില്ല? പിക്ചേഴ്സ് ഒന്നുമില്ല. ജസ്റ്റ് അത് നിങ്ങൾ മൈൻഡിൽ എന്ത് ചെയ്യണം? അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ടേബിളിന്റെ സഹായത്തോടെ നമുക്കത് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അവിടെ 6 ബാസ്കറ്റ് ഉണ്ട്. അതിൽ ഒരു ബാസ്കറ്റിൽ 2 പെൻസിൽ വെച്ച് 6 ബാസ്കറ്റിൽ എത്ര പെൻസിൽ ഉണ്ടെന്ന് പറയാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ മറ്റേ ടേബിൾ അല്ലേ? അതിനെന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ഫോമിലേക്ക് ആക്കണം അല്ലേ? അപ്പൊ അവിടെ നമുക്ക് പറയാം 6 ബാസ്കറ്റ് ഉണ്ട്. അതിൽ ഓരോ ബാസ്കറ്റിലും 2 പെൻസിൽ വെച്ചുണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം? 6 into 2 അല്ലേ? എന്താണ്? 6 into 2. ഓക്കെ. 2 ന്റെ ടേബിൾ ചെയ്യേ. 6 വരെ ചെയ്യേ. 1 2s are 2, 2 2s are 4, 3 2s are 6, 4 2s are 8, 5 2s are 10, 6 2s are 12. എത്രയാണ്? 6 2s are 12 pencils അല്ലേ? എത്രയാണ്? 6 2s are 12 അല്ലേ? നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. അല്ലെങ്കിൽ നമ്മൾ എന്താണ് അഡീഷൻ ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബാസ്കറ്റിൽ 2 പെൻസിൽ വെച്ചിട്ട് 6 ബാസ്കറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യണം? 6 times 2 + 2 + 2 + അല്ലേ? 2 + നമ്മളിങ്ങനെ എഴുതി എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് നോക്കണം. അപ്പൊ എന്താണ്? പ്രയാസമാണ് അല്ലേ? പിക്ചർ പോലെ നമ്മൾ ജസ്റ്റ് കൗണ്ട് ചെയ്തൊക്കെ എഴുതാം. പക്ഷെ പിക്ചർ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക അല്ലേ? ഒരു ബാസ്കറ്റ് 2 പെൻസിൽ വെച്ചിട്ട് 6 ബാസ്കറ്റിൽ എത്ര പെൻസിൽ ഉണ്ടെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? 6 into 2. എങ്ങനെയാണ് 6 വന്നത്? ടോട്ടൽ ബാസ്കറ്റിന്റെ എണ്ണം. ഒരു ബാസ്കറ്റ് എത്ര എണ്ണം ഉണ്ട്? 2 പെൻസിൽ വെച്ചിട്ട്. അപ്പൊ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഫോം എഴുതാം? 6 into 2. 6 2s are 12 പെൻസിൽ. നമ്മൾ എളുപ്പത്തിൽ അത് ആൻസർ കണ്ടുപിടിച്ചിട്ട് എത്രയാണ്? 12 പെൻസിൽസ്. ഓക്കെ. നെക്സ്റ്റ് ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണ്ട കേട്ടോ. അപ്പൊ എ എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ ചെയ്തു. ബി എന്ത് ചെയ്യണം? അത് നമുക്ക് ചെയ്യണ്ട. നെക്സ്റ്റ് സി നോക്കിയേ. എ vase has 2 flowers. How many flowers are there in vase? അല്ലേ? അതായത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? അതായത് സി എന്ന് കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ എ നമ്മൾ ക്ലാസ്സിൽ ചെയ്തു. ബി നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ചെയ്യുന്നില്ല കേട്ടോ. ബി നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്നില്ല. നെക്സ്റ്റ് എന്താണ്? സി ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ സി എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ടീച്ചർ പറഞ്ഞ് വായിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? അതെങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഫോമില് ടീച്ചർ ഇപ്പം നമുക്ക് സോൾവ് ദ പ്രോബ്ലം ആയതുകൊണ്ടില്ല. അവിടെ പിക്ചർ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ മൈൻഡിൽ അത് ഏത് രീതിയിൽ ചെയ്യാം എന്നുള്ളത് ആലോചിച്ച് നോക്കും കേട്ടോ. എന്നിട്ട് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഫോമിൽ അത് ആക്കി എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. ഓക്കെ. അപ്പം ക്വസ്റ്റ്യൻ നമ്മൾ റീഡ് ചെയ്യാം. A vase has 2 flowers. How many flowers are there in a 9 vase? അല്ലേ? അതായത് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ. ഒരു ഫ്ലവർ വേസിൽ എത്ര ഫ്ലവർ ഉണ്ട്? ഒരു വേസിനകത്ത് 2 ഫ്ലവർ ഉണ്ട്. ഒരു വേസിനകത്ത് എത്ര ഉണ്ട്? 2 ഫ്ലവർ ഉണ്ട്. നിങ്ങൾ മനസ്സിൽ മൈൻഡിൽ കാണാം കേട്ടോ. ഒരു ഫ്ലവർ വേസ് എത്ര ഫ്ലവേഴ്സ് വേസ് അവിടെ ഉണ്ട്? ഫ്ലവർ വെക്കുന്ന സാധനം ഇല്ലേ? അതാണ് ഫ്ലവർ വേസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എത്ര വേസ് ഉണ്ട് അവിടെ? 9 വേസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഒരു വേസിനകത്ത് എത്ര ഫ്ലവർ ഉണ്ട്? 2 ഫ്ലവർ വെച്ചിട്ട് 9 ഫ്ലവേഴ്സിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? 9 into 2. എന്താണ്? 9 into 2. 9 എന്ന് പറഞ്ഞാൽ എത്ര വേസ് ഉണ്ട്? 9 വേസ്. അതിൽ ഓരോ വേസിൽ എത്ര ഫ്ലവർ വെച്ചിട്ടുണ്ട്? 2 ഫ്ലവർ വെച്ചിട്ടുണ്ട്. എത്ര ഫ്ലവർ വെച്ചിട്ടുണ്ട്? 2 ഫ്ലവർ. അപ്പൊ അങ്ങനെ എഴുതാം 9 into 2. ഓക്കെ. 2 ന്റെ
are 6, 4 2s are 8, 5 2s are 10, 6 2s are 12, 7 2s are 14, 8 2s are 16, 9 2s are 18, 9 2s are 18. അപ്പോൾ നമ്മുടെ എത്ര ഫ്ലവർ ഉണ്ട് അവിടെ? 18 ഫ്ലവേഴ്സ്. എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 18 ഫ്ലവേഴ്സ്. ഓക്കേ, എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 18 ഫ്ലവേഴ്സ് അല്ലേ? 18 ഫ്ലവേഴ്സ് എന്ന് നമുക്ക് ഈ 9 കിട്ടി. അവിടെ നമ്മൾ പറഞ്ഞു അതിന്റെ ഫ്ലവർ വെക്കുന്ന ബേസിലെ അത് എത്ര ഉണ്ട്? 9 ഉണ്ട്. ഓരോ ബേസിൽ എത്ര ഫ്ലവർ വെച്ചിട്ടുണ്ട്? 2 ഫ്ലവർ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ ഫോം എങ്ങനെ കണ്ടുപിടിക്കാം? 9 into 2 80 ഫ്ലവേഴ്സ്. എത്രയുണ്ട്? 18 ഫ്ലവേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലോട്ട് ഈ ക്വസ്റ്റ്യൻസ് എഴുതുക, ആൻസർ എന്നിട്ട് ഈ രീതിയിൽ എന്ത് ചെയ്യുക? ആൻസർ ഒറ്റ ലൈനായിട്ട് ഇത്ര മാത്രം എഴുതിയത്, സ്റ്റെപ്പുകളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ടീച്ചർ ആദ്യം ചെയ്തില്ലേ ബാസ്കറ്റിന്റെ പെൻസിൽസിന്റെ പിക്ചർ ഒന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ എഴുതുക, അതിന് തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഫോം എഴുതിയിട്ട് ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ആൻസർ നമുക്ക് അറിയാം, ടേബിൾ അറിയാമല്ലോ, അപ്പോൾ ആൻസർ കണ്ടുപിടിക്കുക. അതുപോലെ എന്ത് ചെയ്യുക? രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട. പിന്നെ നെക്സ്റ്റ് സി ആണ്. സി നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആൻസർ ഇതാണ്. ആൻസർ എന്ത് ചെയ്യാം? ആൻസർ ജസ്റ്റ് ഒന്ന് ഹൈഫൺ കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ആൻസർ മാത്രം ചെയ്യുക കേട്ടോ. ആൻസർ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക. അത് നമുക്കറിയാം 9 വേസ് ഉണ്ട്. ഓരോ വേസിനകത്തും 2 ഫ്ലവർ വെച്ചിട്ടാണുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ ടോട്ടൽ എത്ര ഫ്ലവർ എന്ന് പറയുന്നത്, ഒരു ഫ്ലവർ ഒരു വേസിൽ 2 ഫ്ലവർ ആണെങ്കിൽ 9 വേസിൽ എത്ര ഫ്ലവർ എന്ന് പറയുന്നത്? 9 into 2, 9 2s അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? നമ്മള് 2ന്റെ ടേബിൾ ചൊല്ലി, 2ന്റെ ടേബിൾ നമ്മളോട് ചൊല്ലി 9 വരെ നമ്മൾ ചൊല്ലി 1 2s 2 അങ്ങനെ നമ്മള് 9 2s 18 ഫ്ലവേഴ്സ്. എത്രയാണ്? 18 ഫ്ലവേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, ജസ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫോം ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? 2 into 4. ഓക്കെ, 2 into 4 എന്ന് പറയുന്നത് എന്താണ്? ഒന്നി നമുക്ക് 2ന്റെയോ അല്ലെങ്കിൽ 4ന്റെയോ ടേബിൾ ചൊല്ലാം കേട്ടോ. 2ന്റെ ആണെങ്കിൽ നിങ്ങൾ 4 വരെ ചൊല്ലുക, 4ന്റെ ആണെങ്കിൽ 2 വരെ ചൊല്ലിയാൽ മതി. എപ്പോഴും നമ്മൾ 2 into 4, അപ്പോൾ 4 ടേബിളാണ് നമ്മൾ ചൊല്ലുന്നത്. 2 into 4, 4 എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യം. 1 4s are 4, 2 4s are 8. ഓക്കെ, അപ്പോൾ അവിടെ 8 എന്ന ആൻസർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. 2 into 4 എന്നുള്ളത് 8 എന്നുള്ളത് മാത്രം ചെയ്താൽ മതി. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ചെയ്താൽ മതി. നോട്ട്ബുക്കിലോട്ട് സോൾവ് ദ പ്രോബ്ലം ആയിട്ട് എഴുതേണ്ടത് എയും സിയും മാത്രം എന്ത് ചെയ്താൽ മതി? നോട്ട്ബുക്കിലോട്ട് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ എന്താണ് ഈ ബെല്ലിൻ്റെത് ടെക്സ്റ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് 2 പ്രോബ്ലം നോട്ട്ബുക്കിലോട്ട് എഴുതുക. എന്നിട്ട് നിങ്ങളത് എഴുതിയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടെ മനസ്സിലാവും കേട്ടോ. പിക്ചറൊന്നും വരച്ച് ബെല്ലിൻ്റെ ഒന്നും പിക്ചറൊന്നും വരച്ചൊന്നും ചെയ്യണ്ട കേട്ടോ. അപ്പം ഇത് ടെക്സ്റ്റ് ചെയ്യുക. മറ്റേ രണ്ട് ബെഡ് പ്രോബ്ലം അല്ലേ, 2 സോൾവ് ദ പ്രോബ്ലംസ് എയും സിയും നോട്ട്ബുക്കിലോട്ട് എടുത്തെഴുതുക. ആൻസർ ടീച്ചർ പറഞ്ഞു തന്നല്ലോ, അത് നോട്ട്ബുക്കിലോട്ടൊന്ന് എടുത്തെഴുതുക കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ പ്രോബ്ലം സോൾവിങ് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് തീരും. നെക്സ്റ്റ് പിന്നെ മെഷർമെൻറ്റും അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് മാത്സിൻ്റെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക? ഡെയിലി ടേബിൾസ് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുള്ള ടേബിളുകൾ നന്നായിട്ട് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് GK ആണ്. ഓക്കെ, അപ്പം നമ്മൾ GK നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ട്രീറ്റ്മെന്റ് അല്ലേ? നാച്ചുറൽ ട്രീറ്റ്മെന്റ് വാട്ട് ഈസ് യൂസ്ഡ്, അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് കോമൺ കോൾഡ് അല്ലേ? ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് കോമൺ കോൾഡ്. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ എന്തായിരുന്നു? സിനമൺ. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, ഫോർ ദ ഹീലിംഗ് ഓഫ് വൂണ്ട്സ്. എന്താണ്? ഫോർ ദ ഹീലിംഗ് ഓഫ് വൂണ്ട്സ്, അതായത് മുറിവുകളൊക്കെ ഉണ്ടായ അല്ലേ, അതെന്ത് ഉപയോഗിക്കാന്ന് പറഞ്ഞു? ബീറ്റർ അല്ലേ? എന്താണ്? വെറ്റില ഉപയോഗിക്കാം, വെറ്റിലയുടെ ചാറ് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ഫോർ ദ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലേ, അതായത് രാത്രിയിലുള്ള അന്ധതയ്ക്ക് എന്ത് ഉപയോഗിക്കാം? നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് പറ്റിയൊരു നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണെന്ന് പറയുന്നത് മാംഗോ അല്ലേ, അതായത് മാംഗോ കൂടുതലായിട്ട് കഴിക്കുന്നത് ബ്ലൈൻഡ്നെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് പറയുന്നത് ഫോർ ആസ്മ അല്ലേ, ആസ്മയ്ക്ക് നമ്മൾ ഉപയോഗിക്കാവുന്ന ഒരു നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണെന്ന് പറയുന്നത് ഡ്രം സ്റ്റിക്ക് അല്ലേ, അതായത് മുരിങ്ങിക്ക എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ
ഫോർ സ്കിൻ ഇൻഫെക്ഷൻ. എന്താണ് ഫോർ സ്കിൻ ഇൻഫെക്ഷൻ അല്ലേ? സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് ക്യാബേജ് അല്ലേ? ക്യാബേജ് നമുക്ക് എന്താണ് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു എന്താണ് മെത്തേഡാണ് അല്ലേ? ഈ ക്യാബേജ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്കിന്നിൽ ഉണ്ടാകുന്ന എന്താണ് ഇൻഫെക്ഷൻ ഒക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് റിംഗ് വോം ഇൻഫെക്ഷൻ. എന്താണ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് റിംഗ് വോം ഇൻഫെക്ഷൻ അല്ലേ? ഇപ്പൊ നമ്മൾക്ക് എല്ലാ കുട്ടികളൊക്കെ നമ്മുടെ അമ്മമാര് എന്താണ് 6 മാസം കൂടുമ്പോഴൊക്കെ എന്താണ് അവർക്ക് എന്താണ് വിരയുടെ ഒക്കെ ടാബ്ലറ്റ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യാറുണ്ട് അവരൊക്കെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട് കറക്റ്റ് ആയിട്ട് വിരയുടെ മരുന്ന് പേരൻസ് തരാറില്ലേ? അതായത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണ് എന്നത് ബാൽസ്യം എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ മലയാളത്തിൽ ബാൽസ്യച്ചെടി എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബാൽസം. ഇതാണ് ബാൽസം കേട്ടോ. ഈ ഒരു പൂവും ചെടിയൊക്കെ നമ്മുടെ മിക്ക വീടുകളിലും ഉള്ളതാണ്, കണ്ടിട്ടുണ്ട്. ബാൽസ്യം പല കളറിൽ നമ്മൾ അതിന്റെ പൂവൊക്കെ കണ്ടപ്പോൾ അതിന്റെ നീരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ഈ വോമിനൊക്കെ നല്ല പറ്റിയ എന്താണ് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത്. ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് റിംഗ് വോം ഇൻഫെക്ഷൻ പറഞ്ഞേ. ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് റിംഗ് വോം ഇൻഫെക്ഷൻ ആൻസർ എന്താണ് ബാൽസം. എന്താണ് ബാൽസം എന്നാണ്. സ്പെല്ലിംഗ് പറഞ്ഞുതരാം. BALSAM. എന്താണ് ബാൽസം എന്ന് പറഞ്ഞേ. BALSAM എന്താണ് ബാൽസം. ഓക്കെ, ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ബാൽസ്യച്ചെടി എന്നൊക്കെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. അവിടെയൊക്കെ എന്താണ് നമുക്ക് അറിയത്തില്ല. അപ്പം ബാൽസം എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് റിംഗ് വോം ഇൻഫെക്ഷൻ അല്ലെ? അതിന് ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ചെടിയാണെന്ന് പറഞ്ഞത് ബാൽസം എന്ന് പറയുന്നത്. സ്പെല്ലിംഗ് പറഞ്ഞ എല്ലാവരും എഴുതിയോ? എന്നാണ് പറഞ്ഞുതരാം. BALSAM. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ. ഫോർ ടൂത്ത് എന്താണ് ഫോർ ടൂത്ത് അതായത് പല്ലുവേദനയ്ക്ക് എഴുത്തുത്ത്. ഓക്കെ, അപ്പൊ പല്ലിനൊക്കെ ഉണ്ടാകുന്ന വേദന, അങ്ങനെയുള്ള പല്ലിന്റെ മോണവഴുപ്പില്ലേ, അങ്ങനെയുള്ള പല്ലുമായിട്ട് സംബന്ധമായിട്ടുള്ള വേദനയ്ക്ക് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യാവുന്നതാണ് കാഷ്യൂ എന്ന് പറയുന്നത്. കാഷ്യൂ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ എന്താണ് ആ വേദനയ്ക്കൊക്കെ നമുക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ കാഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. അപ്പൊ ഫോർ ദ ടൂത്ത് ഏക്ക് നിങ്ങൾക്ക് എന്താ എഴുതുക? കാഷ്യൂ. എന്താണ് ഫോർ ദ ടൂത്ത് ഏക്ക് എന്താണ് കാഷ്യൂ. സ്പെല്ലിംഗ് പറഞ്ഞുതരാം. CASHEW എന്നോട് എഴുതിക്കോ. CASHEW എന്താണ് കാഷ്യൂ. എന്തിനു വേണ്ടിയുള്ള റെമഡിയാണിത്? ഫോർ ടൂത്ത് ഏക്ക്. ഇതാണ് ഫോർ ടൂത്ത് ഏക്ക് അല്ലേ? അതായത് പല്ലുവേദനയ്ക്ക് കേട്ടോ. അപ്പൊ അതിനുള്ള ആൻസർ എന്താണ് കാഷ്യൂ. സ്പെല്ലിംഗ് പറഞ്ഞേ. CASHEW കാഷ്യൂ. നെക്സ്റ്റ് ഓക്കെ. ഫോർ മംസ് എന്നാണ് ഫോർ മംസ് അല്ലേ? മംസ് എന്ന് വെച്ചാൽ ഇവിടെ മുണ്ടിനീരെന്നൊക്കെ മലയാളത്തിൽ പറയുന്ന അസുഖമാണ് മുണ്ടിനീര് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഈ മുഖത്തിന്റെ കൗൾ ഭാഗത്തൊക്കെ നമുക്ക് എന്തെങ്കിലും നീര് അനുഭവപ്പെടും അല്ലേ? ശരീരത്തിൽ ചില ഭാഗങ്ങൾ നീര് അനുഭവപ്പെടാൻ വളരെ മുണ്ടിനീരെന്ന് പറയും കേട്ടോ. അപ്പൊ അതിന് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് മസ്റ്റാർഡ്. ഓക്കെ, എന്താണ് മസ്റ്റാർഡ് അരച്ച് തേക്കുന്നത് എന്താണ് ഈ നീരൊക്കെ കുറയുന്നതിന് വളരെ നല്ലതാണ് കേട്ടോ. മസ്റ്റാർഡ് എന്ന് പറയുന്നത് എന്താണ് ഫോർ മംസ്. മംസ് എന്ന് വെച്ചാൽ എന്താണ് മീനിങ് എന്താണ് ഈ മുണ്ടിനീര് ശരീരത്തിന്റെ മുഖത്തൊക്കെ ഇങ്ങനെ നീര് വരുന്നതിനാണ് മുണ്ടിനീര് എന്ന് പറയാം കേട്ടോ. അതിന്റെ മലയാളമാണ് മംസിന്റെ മലയാളമാണ് മുണ്ടിനീര് എന്ന് പറയുന്നത് കേട്ടോ. ഫോർ മംസ് അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണെന്ന് പറയുന്നത് മസ്റ്റാർഡ്. ഏതാണ് മസ്റ്റാർഡ്. ഓക്കെ, അപ്പൊ അതിന്റെ അവിടെ നേർക്ക് എന്ത് എഴുതുക? 8ന്റെ നേർക്ക് ഫോർ മംസിന്റെ നേർക്ക് എന്താ എഴുതുക? മസ്റ്റാർഡ് എന്ന് എഴുതുക. സ്പെല്ലിംഗ് പറഞ്ഞുതരാം. MUSTARD എന്താണ് മസ്റ്റാർഡ്. ബോർഡിൽ കിടക്കുന്ന സ്പെല്ലിംഗ് എന്ത് ചെയ്യാം? ബോർഡ് നോക്കി എഴുതാം കേട്ടോ. MUSTARD എന്താണ് മസ്റ്റാർഡ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഫോർ മംസ്. എന്താണ് ഫോർ മംസ്. ഓക്കെ, അതായത് മുണ്ടിനീര് കേട്ടോ. അസുഖത്തിന് ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നത് ഈ മസ്റ്റാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓക്കെ. ഫോർ ഇയർ ഇൻഫെക്ഷൻ എന്താണ് ഫോർ ഇയർ ഇൻഫെക്ഷൻ അല്ലേ? ചെവിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അല്ലേ? അതിന് ഉപയോഗിക്കാവുന്ന ഒരു നാച്ചുറൽ റെമഡിയാണ് എന്ന് പറയുന്നത് മാരിഗോൾഡ്. ഓക്കെ, മാരിഗോൾഡ് അറിയാലോ. ഈ ഫ്ലവറിനെയാണ്
പറയുന്നത്? മാരിഗോൾഡ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണ്? ഫോർ ഇയർ ഇൻഫെക്ഷൻ. ഓക്കെ, നമ്മൾ ചെവിക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണെന്ന് പറയുന്നത് മാരിഗോൾഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് നേരത്തെ എന്താ എഴുതുക? ഫോർ ഇയർ ഇൻഫെക്ഷൻ നേരത്തെ എന്താ എഴുതുക? മാരിഗോൾഡ് എന്ന് എഴുതുക കേട്ടോ. സ്പെല്ലിംഗ് പറഞ്ഞുതരാം. MARIGOLD ഇതാണ് മാരിഗോൾഡ്. സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയാം. MARIGOLD എന്നാണ് മാരിഗോൾഡ്. എന്നോട് പറഞ്ഞേ. MARIGOLD എന്നാണ് മാരിഗോൾഡ്. കഫ് ആൻഡ് ഡയറി, അതായത് ചുമയ്ക്കും അതുപോലെ തന്നെ ഡയറി എന്ന് വെച്ചാൽ വയറിളക്കം ഒക്കെ ഇല്ലേ, അത് മറ്റുണ്ടാകുന്ന അസ്വസ്ഥ അസുഖങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ അതിന് ഉപയോഗിക്കാവുന്ന ഒരു നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞത് ബിറ്റർ ഗോർഡ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് പാവയ്ക്കയുടെ നീര് കേട്ടോ. അതൊക്കെ എന്തിനു ഉപയോഗിക്കാറുണ്ട്? ചുമയ്ക്കും അതുപോലെ ഡയറിക്ക് ഉപയോഗിക്കാവുന്ന ഒരു നാച്ചുറൽ ട്രീറ്റ്മെന്റ് ആണെന്ന് പറയുന്നത് ബിറ്റർ ഗോർഡ് കേട്ടോ. ബിറ്റർ ഗോർഡ് എന്ന് വെച്ചാൽ അറിയാലോ, പാവയ്ക്ക. മലയാളത്തിൽ എന്താ പറയാ? പാവയ്ക്ക എന്ന് പറയാം കേട്ടോ. അതിന്റെ നീര് ചുമയ്ക്കും അതുപോലെ എന്താണ് വയറുവേദനയ്ക്കൊക്കെ വയറിളക്കത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണെന്ന് പറയുന്നത് ബിറ്റർ ഗോർഡ് എന്ന് പറയുന്ന സ്പെല്ലിംഗ് പറഞ്ഞു തരാം. നേർക്ക് എന്ത് ചെയ്യുക? കഫ് ആൻഡ് ഡയറിയ എന്ന് പറഞ്ഞിട്ട് നേർക്ക് എന്ത് എഴുതുക? ബിറ്റർ ഗോർഡ് എഴുതുക കേട്ടോ. സ്പെല്ലിംഗ് പറഞ്ഞു തരാം. BITTERGOURD പറഞ്ഞുതരാം. BITTERGOURD എന്താണ്? ബിറ്റർ ഗോർഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് ആൻസർ ഒന്നുകൂടെ പറയാം. ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് റിംഗ് വോം ഇൻഫെക്ഷൻ ഏതാണ്? എന്താ ഉപയോഗിക്കുന്നത്? ബാൽസം. ഏതാണ്? ബാൽസം. സ്പെല്ലിംഗ് പറഞ്ഞേ. BALSAM എന്നാണ് ബാൽസം. നെക്സ്റ്റ് എന്താണ്? ഫോർ ടൂത്ത് എയ്ക്ക് എന്നാണ്? ഫോർ ടൂത്ത് എയ്ക്ക്. ഓക്കെ, അതായത് പല്ലുവേദന എന്താണ് ഉപയോഗിക്കുന്നത്? കാഷ്യൂ. ഏതാണ്? കാഷ്യൂ. സ്പെല്ലിംഗ് പറഞ്ഞേ. CASHEW എന്നാണ് കാഷ്യൂ. നെക്സ്റ്റ് ഓക്കെ, ഫോർ മംസ് എന്നാണ്? ഫോർ മംസ് അല്ലേ? അതായത് എന്താണ് മംസ് എന്ന് വെച്ചാൽ മുണ്ടിനീര് കേട്ടോ. അതായത് മുഖത്തൊക്കെ ഭാഗത്തൊക്കെ നമുക്ക് ഭാഗത്തൊക്കെ നീര് അനുഭവപ്പെടും അല്ലേ? അത് ഇങ്ങനെ വീർത്ത് വരത്തില്ലേ, അതിനാ നീരെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന് എന്ത് ഉപയോഗിക്കാം? മസ്റ്റാർഡ്. എന്താണ്? മസ്റ്റാർഡ്. സ്പെല്ലിംഗ് പറഞ്ഞേ. MUSTARD എന്നാണ് മസ്റ്റാർഡ്. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, ഫോർ ഇയർ ഇൻഫെക്ഷൻ എന്താണ്? ഫോർ ഇയർ ഇൻഫെക്ഷൻ എന്ത് ഉപയോഗിക്കാം? ഏത് ഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത്? മാരിഗോൾഡ്. സ്പെല്ലിംഗ് പറഞ്ഞേ. MARIGOLD മാരിഗോൾഡ്. നെക്സ്റ്റ് ഓക്കെ, ഫോർ കഫ് ആൻഡ് ഡയറിയ എന്താണ്? ഫോർ കഫ് ആൻഡ് ഡയറിയ. ഫോർ കഫ് ആൻഡ് ഡയറിയ. അപ്പൊ എന്ത് ഉപയോഗിക്കാം? ബിറ്റർ ഗാർഡ്. ഏതാണ്? ബിറ്റർ ഗാർഡ്. സ്പെല്ലിംഗ് പറഞ്ഞേ. BITTERGOURD ഇതാണ് ബിറ്റർ ഗാർഡ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്പെല്ലിംഗ് എല്ലാം ഒന്നുകൂടെ നോക്കാം. നമ്മൾ ആദ്യം നോക്കി റെഡി ചെയ്തേ. ബാൽസം. എന്താണ്? ബാൽസം. സ്പെല്ലിംഗ് പറഞ്ഞേ. BALSAM ബാൽസം. സ്പെല്ലിംഗ് റെഡി ചെയ്തേ. BALSAM എന്താണ്? ബാൽസം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? കാഷ്യൂ. എന്താണ്? കാഷ്യൂ. സ്പെല്ലിംഗ് പറഞ്ഞേ. CASHEW എന്താണ്? കാഷ്യൂ. സ്പെല്ലിംഗ് പറഞ്ഞേ. CASHEW എന്താണ്? കാഷ്യൂ. നെക്സ്റ്റ് ഓക്കെ, മസ്റ്റാർഡ്. എന്താണ്? മസ്റ്റാർഡ്. ഓക്കെ, സ്പെല്ലിംഗ് പറഞ്ഞേ. MUSTARD എന്താണ്? മസ്റ്റാർഡ്. എന്ന് പറഞ്ഞേ. MUSTARD എന്താണ്? മസ്റ്റാർഡ്. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, മാരിഗോൾഡ്. എന്താണ്? മാരിഗോൾഡ്. സ്പെല്ലിംഗ് പറഞ്ഞേ. MARIGOLD എന്താണ്? മാരിഗോൾഡ്. നെക്സ്റ്റ് ഓക്കെ, ബിറ്റർ ഗാർഡ്. എന്താണ്? ബിറ്റർ ഗാർഡ്. സ്പെല്ലിംഗ് പറഞ്ഞേ. BITTERGOURD എന്താണ്? ബിറ്റർ ഗാർഡ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഈ 5 വാക്കുകളും കൂടെ എഴുതാം. അപ്പം ജീക്കൺ നോട്ട്ബുക്ക് എന്ത് ചെയ്യാ?
ക്വസ്റ്റ്യൻസ് എഴുതണം. അപ്പം 5 വരെ നമ്മൾ ക്വസ്റ്റ്യൻസ് എഴുതി നിർത്തിയിരിക്കുകയാണ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 10 വരെ എന്ത് ചെയ്യുക, 6 to 10 വരെയുള്ള ക്വസ്റ്റ്യൻസും ആൻസർ എന്ത് ചെയ്യുക, GK നോട്ട്ബുക്കിലോട്ട് എഴുതി എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ വാക്കുകൾ 5 times അല്ലെങ്കിൽ 10 times നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന എത്രത്തോളം എഴുതിയാലാണ് പഠിക്കാൻ പറ്റുന്ന ആ രീതിയിൽ എന്ത് ചെയ്യുക, മാക്സിമം നന്നായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ GK മാക്സിമം നന്നായിട്ട് എല്ലാവരും പഠിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡെയിലി എന്ത് ചെയ്യണം, ടേബിൾസ് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം കേട്ടോ. ടേബിൾസ് നന്നായിട്ട് എല്ലാവരും ഡെയിലി ഓരോന്നായിട്ട് ഇങ്ങനെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യണം, മൈൻഡിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നന്നായിട്ട് ടേബിളും അതുപോലെ GK നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് മക്കളെ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ആർ യു ഫൈൻ? ഓക്കെ, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുമല്ലേ? എങ്കിൽ നമുക്ക് കുറച്ച് ഹിന്ദി പഠിച്ചാലോ? എല്ലാം റെഡിയല്ലേ? ഓക്കെ, നമ്മൾ എന്തുവായിരുന്നു ഹിന്ദിയിൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്? വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലേ? വ്യഞ്ജൻ കോൺസണൻസ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ എത്ര ലെറ്റേഴ്സ് സ്റ്റഡി ചെയ്തു? ഏതൊക്കെയാ ടീച്ചർ നമ്മൾ പറഞ്ഞു തന്നെ? നമ്മൾ എത്ര ലെറ്റർ പഠിച്ചു? ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഛ, ഞ, ഠ, ഠ, ഡ, ഠ, ന, ത, ഥ, ദ, ഥ, ന, പ, ഫ, ബ, ഹ, മ. ഓക്കെ, ഇത്രയും ലെറ്റേഴ്സ് നമ്മൾ ഹിന്ദിയിൽ റൈറ്റ് ചെയ്യാൻ പഠിച്ചു. എന്നിട്ട് ഈ ഓരോ ലെറ്റർ വെച്ചിട്ട് ഓരോ വേർഡ്സും നമ്മൾ പഠിച്ചു. ഇല്ലേ? ശരിയല്ലേ? ഞാൻ മറന്നുപോയോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ ലെറ്റേഴ്സ് ഓരോന്നും ടീച്ചർ ഒന്നും കൂടെ മക്കൾക്കൊന്ന് എഴുതി കാണിച്ചു തരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ഏതാ? ക. ക നമ്മൾ എങ്ങനെ റൈറ്റ് ചെയ്യുന്ന? സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് 4th ലൈൻ വരെ വന്ന് അവിടെ നിന്ന് നേരെ 3rd ലൈനെ തൊട്ട് മുകളിൽ പോയി അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ വളച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് മുകളിൽ നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുത്ത് ക. ഖ എങ്ങനെ റൈറ്റ് ചെയ്യുന്നത്? നമ്മളിതാ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, അവിടെ നിന്ന് നമ്മൾ 3rd ലൈൻ വന്നു, അവിടെ നിന്ന് 4th ലൈനിൽ ടച്ച് ചെയ്യാത്ത ഇങ്ങനെ നിർത്തി, ഇത് നമ്മൾ സ്മോൾ ലെറ്റർ D എഴുതി, അത് നേരെ സെക്കൻഡ് ലൈനിലും 4th ലൈനിലും വന്ന് ടച്ച് ചെയ്തു, മുകളിൽ നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുത്തു ഖ. ഗ എങ്ങനെ നമ്മൾ റൈറ്റ് ചെയ്യുന്നത്? നമ്മളിതാ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, 3rd ലൈൻ ഇച്ചിരി താഴെ വന്നിട്ട് അവിടെ നേരെ ഇങ്ങനെ വളച്ച് മുകളിലോട്ട് പോയി. ഇതെന്താണ്? നമ്മളിതാ സെക്കൻഡ് ലൈൻ മുതൽ 4th ലൈൻ വരെ ഒരു സ്റ്റാർട്ടിംഗ് ലൈൻ ഇട്ടു, മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ടു ഗ. ഇഖ എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത്? നമ്മൾ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, 3rd ലൈൻ വന്നു, അവിടുന്ന് 4th ലൈൻ ടച്ച് ചെയ്യാതെ നേരെ സെക്കൻഡ് ലൈനിൽ പോയി, അത് നേരെ 4th ലൈൻ വന്ന് ടച്ച് ചെയ്തു, മുകളിൽ നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു. എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത്? നമ്മൾ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, 3rd ലൈൻ വന്നു, അവിടുന്ന് 4th ലൈൻ വന്നു, വീണ്ടും 3rd ലൈൻ വന്ന് ടച്ച് ചെയ്തു, 3rd ലൈനെ തൊട്ട് മുകളിൽ നമ്മൾ അതിനൊരു പോയിന്റ് ഇട്ടു, മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുത്തു ങ. അപ്പൊ നമ്മുടെ കാഖ ഗാഖ ങ റൈറ്റ് ചെയ്യാൻ പഠിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ കാഖ ഗാഖ വെച്ചിട്ട് ഓരോ വേർഡും സ്റ്റഡി ചെയ്തു. കാ വെച്ച് നമ്മൾ പഠിച്ച വേർഡ് ഏതാ? കട്ഹൽ. കട്ഹൽ മീനിങ് ജാക്ക് ഫ്രൂട്ട്. നെക്സ്റ്റ് ഖ. ഖ വെച്ചിട്ട് ഖജാന. ഖജാന വേർഡ് മീനിങ് ട്രഷർ. നെക്സ്റ്റ് ഗ. ഗംല. ഗംല വേർഡ് മീനിങ് എന്താ? ഫ്ലവർ പോട്ട്. ഖ വെച്ചിട്ട് ഖട. ഖട മീനിങ് എന്താ? പിക്ചർ. ഓക്കെ, അപ്പൊ നമ്മൾ കാക്ക കാക്ക റൈറ്റ് ചെയ്യാൻ പഠിച്ചു. കാക്ക കാക്ക വെച്ചിട്ട് ഓരോ വേർഡും സ്റ്റഡി ചെയ്യും. നെക്സ്റ്റ് നമ്മൾ അടുത്ത പഠിച്ച ലെറ്റേഴ്സ് ഏതാ? കാക്ക കാക്ക കഴിഞ്ഞ് ചാച്ച ജാച്ച ഞാ. ഇനി അതെങ്ങനെ റൈറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ? എല്ലാം റെഡി അല്ലേ? ചാ എങ്ങനെ നമ്മൾ റൈറ്റ് ചെയ്യുന്നത്? നമ്മളിതാ 3rd ലൈനെ തൊട്ട് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് 4th ലൈൻ ടച്ച് ചെയ്യാതെ നേരെ സെക്കൻഡ് ലൈനിൽ പോയി, അവിടുന്ന് നേരെ 4th ലൈനിൽ വന്ന് ടച്ച് ചെയ്തു, മുകളിൽ നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു ച. ഇച്ച എങ്ങനെ നമ്മൾ റൈറ്റ് ചെയ്യുന്നത്? നമ്മളിതാ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, 3rd ലൈൻ വന്നു, അവിടുന്ന് 4th ലൈനിൽ ടച്ച് ചെയ്തിട്ട് നേരെ 3rd ലൈനിന്റെ തൊട്ട് മുകളിൽ ഇങ്ങനെ ഒന്ന് വളച്ച് നിർത്തി ഒരു കുഞ്ഞി ലൈൻ ഇട്ടു, എന്നിട്ട് മുകളിൽ എന്തിട്ട് കൊടുക്കുന്നു? ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇച്ച. ജ എങ്ങനെ നമ്മൾ റൈറ്റ് ചെയ്യുന്നത്? നമ്മളിതാ 3rd ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 4th ലൈൻ ടച്ച് ചെയ്യാതെ നേരെ 3rd ലൈനിന്റെ തൊട്ട് മുകളിൽ പോയി, അവിടുന്ന് നേരെ സെക്കൻഡ് ലൈനിലോട്ടും 4th ലൈനിലോട്ടും പോയി, മുകളിൽ നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു ജ. ച ഛ ജ. ഇച്ച എങ്ങനെ നമ്മൾ റൈറ്റ് ചെയ്യുന്നത്? സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, 3rd ലൈൻ വന്നു, 4th ലൈൻ വന്നു, അവിടെ നേരെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വളച്ചിട്ടു, 3rd ലൈനിൽ ഒരു കുഞ്ഞി ലൈൻ ഇട്ടു, അവിടുന്ന് നേരെ അത് സെക്കൻഡ് ലൈനിലോട്ട് 4th ലൈനിൽ വന്ന് ടച്ച് ചെയ്തു, മുകളിൽ നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു
ഇച്ച ച ഛ ജ ഛ ഞാ എങ്ങനെ നമ്മൾ റൈറ്റ് ചെയ്തത് നിങ്ങൾ പറഞ്ഞ ടീച്ചറിനെ നമ്മളിതാ തേർഡ് ലൈനിന്റെ തൊട്ട് മുകളിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഫോർത്ത് ലൈൻ ടച്ച് ചെയ്യാൻ ഇങ്ങനെ വരച്ചു ഒരു കുഞ്ഞു ലൈൻ ഇട്ടു തേർഡ് ലൈനിൽ അത് നേരെ സെക്കൻഡ് ലൈനിലോട്ട് ഫോർത്ത് ലൈനിൽ വന്ന് ടച്ച് ചെയ്തു മുകളിൽ നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു എന്തോരം മാറി ഞാ അപ്പൊ നമ്മള് ചാച്ച ചാച്ച ഞാ റൈറ്റ് ചെയ്യാൻ പഠിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ഈ ചാച്ച ചാച്ച വെച്ചിട്ട് നമ്മൾ ഓരോ വേർഡും സ്റ്റഡി ചെയ്തു ചാ വെച്ച് നമ്മൾ പഠിച്ച വേർഡ് ഏതാ ചമ്മച്ച് ചമ്മച്ച് വേർഡ് മീനിങ് സ്പൂൺ നെക്സ്റ്റ് ചടി ചടി മീനിങ് എന്തായിരുന്നു സ്റ്റിക്ക് ഓക്കെ അടുത്ത ജാ വെച്ച് ജഹാജ് ജഹാജ് മീനിങ് എന്താ ഷിപ്പ് ഇച്ച ചർണ ചർണ വേർഡ് മീനിങ് വാട്ടർഫാൾ ഓക്കെ നമ്മൾ ചാച്ച ചാച്ച റൈറ്റ് ചെയ്യാൻ പഠിച്ചു ചാച്ച ചാച്ച വെച്ചിട്ട് ഓരോ വേർഡും സ്റ്റഡി ചെയ്തു അടുത്ത നമ്മൾ ഏത് ലെറ്റേഴ്സാ പഠിച്ചത് ചാച്ച ചാച്ച ചാ കഴിഞ്ഞ് ഠ ഡ ഠ ന ഓക്കെ അതെങ്ങനെയാ റൈറ്റ് ചെയ്യുന്നത് നോക്കിയാലോ നമുക്ക് ടീച്ചർ ഒന്നും കൂടെ കാണിച്ചു തരട്ടെ എട്ടാ നമ്മൾ എങ്ങനെയാ റൈറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ അവിടുന്ന് നേരെ തേർഡ് ലൈൻ വന്നു അവിടുന്ന് നേരെ ഫോർത്ത് ലൈൻ വന്നു ഫോർത്ത് ലൈൻ ടച്ച് ചെയ്താൽ ഇങ്ങനെ നിർത്തി ഓക്കെ ഇട്ട എങ്ങനെയാ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ തേർഡ് ലൈൻ വന്നു അവിടെ നേരെ ഫോർത്ത് ലൈൻ വന്നു ഇങ്ങനെ ഇട്ട ഡ എങ്ങനെയാ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു തേർഡ് ലൈൻ വന്നു അവിടുന്ന് ഫോർത്ത് ലൈൻ വന്നു നമ്മൾ വീണ്ടും തേർഡ് ലൈനിൽ കൊണ്ട് ടച്ച് ചെയ്തു മുകളിലൊരു സ്ലിപ്പിംഗ് ലൈൻ ഇട്ടു ഇട്ട എങ്ങനെയാ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് നമ്മൾ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു അവിടുന്ന് നേരെ തേർഡ് ലൈൻ വന്നു അവിടുന്ന് നേരെ ഫോർത്ത് ലൈൻ വന്നതായി ഇങ്ങനെ ചുരുക്കിട്ട് നിർത്തി മുകളിലൊരു സ്ലിപ്പിംഗ് ലൈൻ ഇട്ടു റൈറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു തേർഡ് ലൈനിന്റെ തൊട്ട് താഴെ വരെ വന്നു അവിടുന്ന് വീണ്ടും സെക്കൻഡ് ലൈനിൽ ചെന്ന് ടച്ച് ചെയ്തു സെക്കൻഡ് ലൈൻ മുതൽ ഫോർത്ത് ലൈൻ വരെ നമ്മൾ സ്റ്റാൻഡിംഗ് ലൈൻ ഇട്ടു മുകളിൽ നമ്മളൊരു സ്ലിപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു അപ്പൊ നമ്മള് റൈറ്റ് ചെയ്യാൻ പഠിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ഈ ഡാറ്റ വെച്ചിട്ട് ഓരോ വേർഡും സ്റ്റഡി ചെയ്തു ടാ വെച്ച് നമ്മൾ പഠിച്ച വേർഡ് ഏതാ ടാ മീൻസ് നെക്സ്റ്റ് ടട്ടേര ടട്ടേര മീൻസ് തിങ്കർ അത് കഴിഞ്ഞ് ഡാ വെച്ച് ഏതാ ഡബ്ല്യു ഡബ്ല്യു വേർഡ് മീനിങ് എന്താ പെല്ലറ്റ് ഡ്രം അത് കഴിഞ്ഞ് ഇഠ എന്ന് വെച്ച് നമ്മൾ പഠിച്ച വേർഡ് ഏതാ ഇഠ വെച്ച് ഠാൽ മീൻസ് ബക്ലർ ഓക്കെ ഡാ വെച്ച് നമ്മൾ വല്ല വേർഡ്സും പഠിച്ചായിരുന്നോ ഇല്ല അപ്പൊ നമ്മള് ഠാഠ റൈറ്റ് ചെയ്യാൻ പഠിച്ചു ഠാഠ വെച്ചിട്ട് ഓരോ വേർഡും സ്റ്റഡി ചെയ്തു ടാ വെച്ച് ടാ മീൻസ് ഠ വെച്ച് ടട്ടേര മീനിങ് തിങ്കർ ഡാ വെച്ച് ഡബ്ല്യു വേർഡ് മീനിങ് പെല്ലറ്റ് ഡ്രം ഠ വെച്ച് ഠാൽ മീൻസ് ബക്ലർ ഓക്കെ ഠാഠ കഴിഞ്ഞ് നമ്മൾ പഠിച്ച അടുത്ത ലെറ്റേഴ്സ് ഏതൊക്കെയാ അതെങ്ങനെ റൈറ്റ് ചെയ്ത് നമുക്ക് നോക്കിയാലോ എങ്ങനെയാ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് നമ്മൾ ഫോർത്ത് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അല്ലേ എന്നിട്ട് തേർഡ് ലൈനെ തൊട്ട് മുകളിലോട്ട് പോയി അവിടെ നേരെ സെക്കൻഡ് ലൈനിൽ നിന്ന് ടച്ച് ചെയ്തു വീണ്ടും ഫോർത്ത് ലൈൻ വന്ന് ടച്ച് ചെയ്തു മുകളിൽ നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു ഇഥ എങ്ങനെയാ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ലൈനിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ഇങ്ങനെ തേർഡ് ലൈനിൽ വന്നു അവിടെ നിന്ന് നേരെ ഫോർത്ത് ലൈനിൽ ടച്ച് ചെയ്യാതെ നേരെ സെക്കൻഡ് ലൈനിൽ ചെന്നു അത് നേരെ ഫോർത്ത് ലൈനിൽ വന്ന് ടച്ച് ചെയ്തു എന്നിട്ട് ഈ ഒരു ലൈൻ സ്റ്റാൻഡിംഗ് ലൈനിന്റെ മുകളിൽ മാത്രം നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു എങ്ങനെയാ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു അവിടുന്ന് തേർഡ് ലൈൻ വന്നു അവിടുന്ന് ഫോർത്ത് ലൈൻ ടച്ച് ചെയ്യാതെ ഇങ്ങനെ വന്ന് എഴുതില്ലേ ഇങ്ങനെ വന്ന് വളർച്ച എത്തി മുകളിൽ എന്തിട്ട് കൊടുക്കും നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു എങ്ങനെയാ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് നമ്മൾ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു തേർഡ് ലൈൻ വന്നു അവിടുന്ന് ഫോർത്ത് ലൈൻ വന്നു എന്നിട്ട് നേരെ സെക്കൻഡ് ലൈൻ വന്ന് ടച്ച് ചെയ്തു അത് നേരെ ഫോർത്ത് ലൈൻ വന്ന് ടച്ച് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു സ്ലീപ്പിംഗ് ലൈനിന്റെ മുകളിൽ ഈ ഒരു സ്റ്റാർട്ടിംഗ് ലൈനിന്റെ മുകളിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു എന്തായിട്ട് മാറി എങ്ങനെയാ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് നമ്മൾ തേർഡ് ലൈനിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് അത് തേർഡ് ലൈനിൽ നിന്ന് ഇങ്ങനെ പോയി സെക്കൻഡ് ലൈനിൽ ചെന്ന് ടച്ച് ചെയ്തു അത് നേരെ ഫോർത്ത് ലൈനിൽ വന്ന് ടച്ച് ചെയ്തു മുകളിൽ നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു അപ്പൊ നമ്മള് റൈറ്റ് ചെയ്യാൻ പഠിച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ ഓരോ ലെറ്റർ വെച്ചിട്ടും ഓരോ വേർഡ്സ് പഠിച്ചു വെച്ച് നമ്മൾ പഠിച്ച വേർഡ് ഏതാ തരാജു വേർഡ് മീനിങ് ബീങ് ബാലൻസ് അല്ലേ നെക്സ്റ്റ്
Thud means എന്താണ്? Utter. Thud means utter. Next ഏതാണ്? Itha, Dharvaja. Dharvaja meaning door. Dhanush. Dhanush meaning എന്താ? bow. അതേ null. Null means okay. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. Ta വെച്ച് തരാജു. തരാജു meaning beam balance. Thun means utter. Darvaja. Darvaja meaning door. Dhanush meaning bow. Null meaning ta. Okay. ഇനി താഥ നാ കഴിഞ്ഞ് നമ്മൾ പഠിച്ച ലെറ്റേഴ്സ് ഏതൊക്കെയാ? പാൽഫ, ബാഫ, ബ. ഓക്കെ, അതെങ്ങനെ റൈറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. നമ്മൾ എങ്ങനെ റൈറ്റ് ചെയ്യുന്നത്? സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, തേർഡ് ലൈനിൽ ഇച്ചിരി താഴോട്ട് വന്നു, അവിടുന്ന് നേരെ സെക്കൻഡ് ലൈനിൽ പോയി, അത് നേരെ ഫോർത്ത് ലൈനിൽ വന്ന് ടച്ച് ചെയ്തു, മുകളിൽ നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു. പാ. അപ്പൊ നമ്മൾ എങ്ങനെ റൈറ്റ് ചെയ്യുന്നത്? നമ്മളിതാ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, പാ ചെയ്യുന്നത് പോലെ തന്നെ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, തേർഡ് ലൈനിൽ തൊട്ട് താഴെ വരെ വന്നു, എന്നിട്ട് നേരെ അത് സെക്കൻഡ് ലൈനിൽ പോയി ടച്ച് ചെയ്തു, അത് നേരെ ഫോർത്ത് ലൈനിൽ വന്ന് ടച്ച് ചെയ്തു, എന്നിട്ട് നേരെ തേർഡ് ലൈനിൽ തൊട്ട് മുകളിൽ ഇങ്ങനെ എങ്ങനെയാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്? ലൈന് തൊട്ട് മുകളിൽ നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് അത് നേരെ നമ്മുടെ സെക്കൻഡ് ലൈനിൽ ചെന്ന് തട്ടി, അത് നേരെ ഫോർത്ത് ലൈനിൽ വന്ന് ടച്ച് ചെയ്തു, എല്ലാം നമ്മൾ ഇങ്ങനെ ഒരു ക്രോസ് ലൈൻ ഇട്ടു, മുകളിൽ സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ എങ്ങനെ റൈറ്റ് ചെയ്യുന്നത്? നമ്മൾ ആ സെക്കൻഡ് ലൈനിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അത് നേരെ നമ്മുടെ തേർഡ് ലൈനിൽ തൊട്ട് താഴെ വരെ വന്നു, എന്നിട്ട് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വളച്ച് തേർഡ് ലൈനിൽ കൂടെ പോയി സെക്കൻഡ് ലൈനിൽ ടച്ച് ചെയ്തു, അത് നേരെ ഫോർത്ത് ലൈനിൽ വന്ന് ടച്ച് ചെയ്യുന്നു. ഈ ഒരു ലൈനിന്റെ മുകളിൽ മാത്രം നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു. പറയുന്ന നമ്മൾ എങ്ങനെ റൈറ്റ് ചെയ്യുന്നത്? നമ്മൾ ആ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, തേർഡ് ലൈനിൽ ഇച്ചിരി താഴോട്ട് വന്നു, അവിടുന്ന് നേരെ ഇങ്ങനെ വളച്ച് അല്ലേ, എന്നിട്ട് ആ തേർഡ് ലൈനിൽ കൂടെ പോയി, അത് നേരെ സെക്കൻഡ് ലൈനിലും ഫോർത്ത് ലൈനിലും വന്ന് ടച്ച് ചെയ്തു, മുകളിൽ നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഓരോ ലെറ്റർ വെച്ചിട്ട് ഓരോ വേർഡ് നമ്മൾ സ്റ്റഡി ചെയ്തു അല്ലേ. പാ വെച്ച് നമ്മൾ പഠിച്ച വേർഡ് ഏതാ? പർ മീൻസ് ഫെദേഴ്സ്. ഫ വെച്ച് ഫസൽ. ഹസൽ മീൻസ് എന്തായിരുന്നു? ഹാർവസ്റ്റ്. അടുത്ത ലെറ്റർ ഏതാ? ബാ വെച്ച് നമ്മൾ പഠിച്ച വേർഡ് ബക്കര. ബക്കര മീനിങ് എന്താ? ഗോട്ട്. അതേപോലെ ഭ വെച്ച് നമ്മൾ പഠിച്ച വേർഡ് ഭയ മീൻസ് കേർട്ട്. നെക്സ്റ്റ് നമ്മൾ പഠിച്ച ലെറ്റർ മാ വെച്ച് നമ്മൾ പഠിച്ച വേർഡ് ഏതാ? മച്ഛലി. മച്ഛലി മീൻസ് എന്താ? ഫിഷ്. ഇപ്പൊ നമ്മൾ ഇത്രയും ലെറ്റേഴ്സ് റൈറ്റ് ചെയ്യാൻ പഠിച്ചു. കാക്ക കാക്കാന, ചാച്ച ചാച്ചാന, ഡാട്ട ഡാട്ടാന, ഹാഥ ദാഥാന, ഹാഭ ബാഭ മ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ലെറ്റർ ഏതാണെന്ന് അറിയാമോ? യാ. ഏതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ലെറ്റർ ഏതാ? യാ. നമുക്ക് ഈ യാ എങ്ങനെ ഹിന്ദിയിലോട്ട് റൈറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, യാ എങ്ങനെ റൈറ്റ് ചെയ്യുന്നതെന്ന്. നമ്മളിതാ സെക്കൻഡ് ലൈനിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, തേർഡ് ലൈൻ വരെ വന്നു, അവിടുന്ന് ഫോർത്ത് ലൈൻ ടച്ച് ചെയ്യാതെ നേരെ സെക്കൻഡ് ലൈനിൽ ചെന്ന് അത് ഫോർത്ത് ലൈൻ വരെ വന്ന് ടച്ച് ചെയ്തു, മുകളിൽ നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു. ഇതൊക്കെ മാറുന്നു. യാ നമ്മള് എഴുതാൻ പഠിച്ചില്ലേ? അതുപോലെ തന്നെ ഇത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ചുരുമ്പോടെ തുടങ്ങും, പക്ഷേ യാ എഴുതുമ്പോൾ ആ ചുരുമ്പ് വേണ്ട. ഇവിടെ തൊട്ട് ഇങ്ങനെ സെക്കൻഡ് ലൈൻ മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി. എങ്ങനെയാണ് നമ്മൾ എഴുതുന്നയാ? നമ്മളിതാ സെക്കൻഡ് ലൈനിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് നമ്മുടെ തേർഡ് ലൈൻ വരെ വന്നു, അവിടുന്ന് നേരെ ഫോർത്ത് ലൈൻ ടച്ച് ചെയ്യാതെ നേരെ സെക്കൻഡ് ലൈനിൽ ചെന്നു, അത് വന്ന് നേരെ ഫോർത്ത് ലൈൻ ടച്ച് ചെയ്തു, എന്നിട്ട് മുകളിൽ നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു. നമ്മൾ റൈറ്റ് ചെയ്യുന്നത് നമ്മളിതാ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ, അത് നേരെ തേർഡ് ലൈൻ വരെ വന്നു, അത് നേരെ ഫോർത്ത് ലൈൻ ടച്ച് ചെയ്യാതെ സെക്കൻഡ് ലൈനിൽ ചെന്നു, അത് ഫോർത്ത് ലൈൻ വന്ന് ടച്ച് ചെയ്തു, മുകളിൽ നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു. എന്തുമായിട്ട് മാറി? ഈ എങ്ങനെ റൈറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ ബുക്കിലൊക്കെ എഴുതി ടീച്ചറിനെ ഒന്ന് കാണിച്ചേ. ഓക്കെ, എഴുതിയോ? എങ്ങനെ റൈറ്റ് ചെയ്യുന്നത്? നമ്മൾ ആ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, അവിടുന്ന് തേർഡ് ലൈൻ വന്നു അല്ലേ, അത് നേരെ ഫോർത്ത് ലൈനിൽ ടച്ച് ചെയ്യാതെ നേരെ സെക്കൻഡ് ലൈനിൽ ചെന്നു, അവിടുന്ന് നേരെ ഫോർത്ത് ലൈൻ വന്ന് ടച്ച് ചെയ്തു, മുകളിൽ നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു. എന്തുമായിട്ട് മാറി? അപ്പൊ ഇനി നമ്മള് യാ വെച്ച് പഠിക്കുന്ന വേർഡ്, യാ വെച്ച് നമ്മളൊരു വേർഡ് പഠിക്കും. ആ വേർഡാണ് യമരാജ്. എന്താണ്? യമരാജ്. യമരാജ് വേർഡ് മീനിങ് യമരാജ്. YAMRAJ യമരാജ്. നമ്മള് എളുപ്പമല്ലേ? യാ വെച്ച് നമുക്കൊരു ഹിന്ദി വേർഡ് മാത്രം പഠിച്ചാൽ മതി. എന്തായാലും ഇംഗ്ലീഷ് വേർഡ് ഒന്ന് തന്നെയാണ്, യമരാജ് എന്ന് തന്നെയാണ്. അപ്പൊ യാ വെച്ച് നമ്മൾ പഠിക്കുന്ന വേർഡ് യമരാജ്. യമരാജ് വേർഡ് മീനിങ് യമരാജ്.
അപ്പൊ നമ്മൾ ഏത് ലെറ്റർ റൈറ്റ് ചെയ്യാൻ പഠിച്ചത്? യാ. യാ വെച്ച് നമ്മൾ പഠിച്ച വേർഡ് ഏതാ? യമരാജ്. യമരാജ് വേർഡ് മീനിങ് യമരാജ്. ഓക്കെ, നിങ്ങൾ ടീച്ചർ പറയാം. നമ്മൾ റൈറ്റ് ചെയ്യാൻ പഠിച്ച ലെറ്റർ ആണ് യാ. യാ വെച്ച് നമ്മൾ പഠിക്കുന്ന വേർഡാണ് യമരാജ്. യമരാജ് വേർഡ് മീനിങ് യമരാജ്. അപ്പൊ യാ കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ പഠിക്കുന്ന ലെറ്റർ ആണ് രാ. ഏതാണ് ലെറ്റർ? രാ. യാ രാ. ഇനി രാ എങ്ങനെ റൈറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ? നോക്കാം. യാ എങ്ങനെ റൈറ്റ് ചെയ്യുന്നത് നോക്കിക്കേ. നമ്മള് നമ്മുടെ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ തേർഡ് ലൈൻ വന്നു. അവിടെ നിന്ന് നേരെ ഫോർത്ത് ലൈൻ തേർഡ് ലൈൻ ഇങ്ങനെ വന്നിട്ട് നേരെ ഫോർത്ത് ലൈനിൽ വന്ന് നിർത്തുന്നു. മുകളിൽ നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു. എന്തായിട്ട് മാറി? രാ. രാ എങ്ങനെ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് നോക്കിക്കേ. നമ്മൾ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ തേർഡ് ലൈൻ വന്ന് ടച്ച് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഫോർത്ത് ലൈൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മുകളിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു. എന്തായിട്ട് മാറി? രാ. രാ നമ്മൾ എങ്ങനെ റൈറ്റ് ചെയ്യുന്നത്? നമ്മളിതാ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നേരെ തേർഡ് ലൈനിൽ വന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മളിതാ ജസ്റ്റ് ഇങ്ങനെ ആക്കി. എന്നിട്ട് അത് നേരെ ഫോർത്ത് ലൈനിൽ വന്ന് ടച്ച് ചെയ്യാതിരിക്കുന്നു. മുകളിൽ നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു. എന്തായിട്ട് മാറി? രാ. അങ്ങനെ നമ്മൾ രാ റൈറ്റ് ചെയ്യുന്നത് നമ്മൾ ആ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് നേരെ തേർഡ് ലൈൻ വന്നു. ഓക്കെ, അവിടെ തേർഡ് ലൈൻ വന്നിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തേർഡ് ലൈൻ തൊട്ട് മുകളിൽ ഇങ്ങനെ ആക്കി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫോർത്ത് ലൈനിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് മുകളിൽ നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു. എന്തായിട്ട് മാറി? രാ. രാ എങ്ങനെയാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്? സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു. അത് നേരെ തേർഡ് ലൈൻ വന്നു. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ തേർഡ് ലൈനെ തൊട്ട് മുകളിലോട്ട് ഇങ്ങനെ ആക്കി. അല്ലേ? എന്നിട്ട് അത് നേരെ ഫോർത്ത് ലൈനിലോട്ട് വരുന്നു. മുകളിൽ നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു. രാ. ഈ രാ എങ്ങനെ എഴുതുന്നതെന്ന് നിങ്ങളുടെ ബുക്കിൽ എഴുതി ടീച്ചറിനെ അത് കാണിച്ചേ. ഓക്കെ, എഴുതിയോ? എങ്ങനെയാണ് രാ എഴുതുന്നത്? നമ്മൾ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് തേർഡ് ലൈൻ വന്നു. അല്ലേ? എന്നിട്ട് അവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് കളച്ച് എന്നിട്ട് നേരെ ഫോർത്ത് ലൈനിലോട്ട് വന്നു. എന്നിട്ട് മുകളിൽ എന്നിട്ട് കൊടുക്കുന്നു? ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു. രാ. ഇനി നമ്മള് രാ വെച്ചൊരു വേർഡ് പഠിക്കാൻ പോവുക. രാ വെച്ച് പഠിക്കുന്ന വേർഡാണ് രസി. രസി മീനിങ് റോ. ROPE റോ. എന്താണ്? നമ്മൾ രാ വെച്ച് പഠിക്കുന്ന വേർഡാണ് രസി. രസി വേർഡ് മീനിങ് റോ. എന്താ? റോ. നമ്മൾ രാ വെച്ച് ഏത് വേർഡാ പഠിച്ചത്? രസി. രസി വേർഡ് മീനിങ് റോ. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊക്കെ ലെറ്റർ പഠിച്ചു? യാ രാ. യാ വെച്ച് നമ്മൾ ഏത് വേർഡാ പഠിച്ചത്? യമരാജ്. യമരാജ് വേർഡ് മീനിങ് യമരാജ്. അത് കഴിഞ്ഞിട്ട് പഠിച്ച ലെറ്റർ രാ. രാ വെച്ച് രസി. രസി വേർഡ് മീനിങ് എന്താണ്? റോ. അപ്പം നമ്മൾ രണ്ട് ലെറ്റർ റൈറ്റ് ചെയ്യാൻ പഠിച്ചു. യാര. എന്നിട്ട് ആ രണ്ട് ലെറ്റർ വെച്ചിട്ട് ഓരോ വേർഡും പഠിച്ചു. യാ യമരാജ്. യമരാജ് വേർഡ് മീനിങ് യമരാജ്. രാ രസി. രസി വേർഡ് മീനിങ് റോ. ഓക്കെ, അപ്പൊ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച യാര നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു 5 ടൈംസ് എഴുതി പഠിക്കുക. എന്നിട്ട് ടീച്ചർ എൻ്റെ നോട്ട് ടീച്ചറിന് ഇട്ട് തരിക. അത് സ്റ്റഡി ചെയ്ത വോയിസ് മെസ്സേജ് ടീച്ചറിന് ഇട്ട് തരാം. ഇത് നമ്മൾ കാക്ക കാക്ക മാ വരെ പഠിച്ചില്ലേ? അത്രയും ലെറ്റേഴ്സ് ഒരു 2 ടൈം നിങ്ങളുടെ കോപ്പി റൈറ്റ് ബുക്കിൽ എഴുതി ടീച്ചറിന് അതും സെൻഡ് ചെയ്യണം. ഓക്കെ, ആ നോട്ട് ടീച്ചറിന് അയച്ചു തരണം. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.